നമസ്തേ. നമ്മൾ പ്രവീൺ പൂർവാർദിലെ നിബന്ധ സൗരഭിലുള്ള 6ാമത്തെ പാഠം മനുഷ്യ ഹി സാഹിത്യ കാ ലക്ഷ്യ എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ പാഠം എഴുതിയിരിക്കുന്നത് ശ്രീ ഹസാരി പ്രസാദ് ദ്വിവേദിജിയാണ്. पठित पुस्तक के आधार पर विवेचनात्मक लेख लिखिए. निबंध परिचय. मनुष्य ही साहित्य का लक्ष्य है. साहित्य ही की विशेषता पर प्रकाश डालने के साथ मनुष्य से उसका संबंध प्रकट करने वाला एक सुंदर निबंध है. മനുഷ്യൻ സാഹിത്യത്തിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ള ആ പാഠത്തിലൂടെ നമ്മൾക്ക് പ്രകടമാക്കി തരുന്നത് വളരെയധികം മനുഷ്യനും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്താണ് അതിനെക്കുറിച്ചാണ്. മനുഷ്യ पर साहित्य का प्रभाव समझाते हुए श्री हसारी प्रसाद द्विवेदी मनुष्य को ही साहित्य का लक्ष्य मानते हैं. മനുഷ്യനെ സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം മനുഷ്യൻ സാഹിത്യത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്, മനുഷ്യനാണ് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരുന്നു. ഉസ്കാ ദൃഢ വിശ്വാസ് ഹേ കി സാഹിത്യ ഹി മനുഷ്യമേ ആത്മബൽ കാ സഞ്ചാർ കർ സക്തി ഹേ. അദ്ദേഹത്തിൻ്റെ ദൃഢമായ ഒരു വിശ്വാസം ഇതാണ്, സാഹിത്യമാണ് മനുഷ്യൻ്റെ ആത്മബലത്തെ വളരെയധികം മുന്നിലേക്ക് നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ധൽ. श्री हसारी प्रसाद द्विवेदी के अनुसार कुछ स्वार्थी लोग अपने स्वार्थता के कारण लोग को धर्म जाति आदि के नाम से धलों में विभक्त कर रखे हैं. ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നതനുസരിച്ച് കുറച്ച് സ്വാർത്ഥരായ മനുഷ്യന്മാർ അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ മതം, ജാതി തുടങ്ങിയ പേരിൽ ഓരോ കൂട്ടമായി വേർതിരിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. अपने दल के बाहर का आदमी संदेह की दृष्टि से देखा जाता है. ആ കൂട്ടത്തിന് പുറത്തുള്ള മനുഷ്യന്മാർ സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്നു. उसके तप और सत्यनिष्ठा का मजाक उड़ाया जाता है. അവരെ തപസ്നെയും ആ സത്യനിഷ്ഠയും പരിഹസിക്കുന്നു. മനുഷ്യ കാ സമാജ് ഇസ് കാരണം അനേക് പ്രകാർ സെ പീഡിത് ഹെ. മനുഷ്യൻ ഈ സമൂഹത്തിൽ ഈ കാരണം കൊണ്ട് തന്നെ വളരെയധികം പീഡിതരായി കാണുന്നു. ജോ ലോഗ് രഷ്ടാ ഹെ വേ ഇസെ സമജാത്തെ ഹെ ഉൻകി ബാത് സബ്കോ സമജ് മേ നഹി ആത്തെ. ഈ ജനങ്ങളുടെ ആ ഒരു ദ്രഷ്ടത കാരണം, അതല്ലെങ്കിൽ അവരുടെ അഹങ്കാരം കാരണം മനസ്സിലാക്കി തരുന്നു, അവർ എല്ലാവർക്കും എന്താണ് മനസ്സിലാക്കുന്നത് പോലും അറിയുന്നില്ല. സംസാർ മേ അച്ചി ബാത് കഹനെ വാലോം കി കമി നഹി പരന്തു മനുഷ്യ കെ സാമാജിക് സംഘടന മേ ഹി കഹി കുച്ച് ബഡാ ദോഷ ഹൈ. ഈ ലോകത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നവരെ കുറവ് ഇല്ലെന്ന് മാത്രമല്ല, മനുഷ്യൻ സാമൂഹികമായ ആ സംഘടനത്തിൽ കഹീം കുച്ച് വളരെയധികം ദോഷമാണ് നിരൂപിക്കുന്നത്. മനുഷ്യക്കോ അച്ചി ബാത് സുന്നെ അവർ സമജാനെ സെ രോക്തി ഹി. നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും തടസ്സം നേരിടുകയാണ് ഈ ജനങ്ങൾ ചെയ്യുന്നത്. ഹമേ ഐസി ഉപായ് ഢൂണ്ഡന ചാഹിയെ ജിസ്സെ മനുഷ്യ അച്ചി ബാത് കോ സുന്നെ അവർ മാനേലെങ്കിൽ. നമ്മൾ ഇതിനൊരു ഉപായം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്നും മനുഷ്യന് നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അംഗീകരിക്കുവാനും കഴിയണം. ഹിന്ദിക്ക് സേവ. മനുഷ്യ മൻ പർ സാഹിത്യ കാ ഗഹര പ്രഭാവ പഡ്താ ഹെ. മനുഷ്യൻ്റെ മനസ്സിൽ സാഹിത്യത്തിന് വളരെ വലിയൊരു സ്വാധീനം തന്നെയുണ്ട്. ഇസ്ലിയെ ഉത്തം സാഹിത്യക്ക് സൃഷ്ടി ആവശ്യക് ഹെ. അതിനാൽ നല്ലൊരു സാഹിത്യത്തിൻ്റെ സൃഷ്ടി അത്യാവശ്യമാണ്. സാഹിത്യ മാത്രസേ സമ്പൂർണ്ണ സമാജക്കോ സജേത് ബനാ സക്തേ ഹെ. സാഹിത്യത്തിൽ ആ സമ്പൂർണ്ണമായ സമൂഹത്തിനെ വളരെയധികം ഉണർവുള്ളതാക്കി തീർക്കുന്നു. സാഹിത്യ സഭയും ഈ കാര്യം കർ സക്തി ഹെ. സാഹിത്യ സഭകളെല്ലാം ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഭാരത് മേ ഹിന്ദി കോ സമ്പൂർണ്ണ ജ്ഞാൻ വിജ്ഞാൻ കാ സാധൻ ബനാ ദേനാ ചാഹിയെ. ഭാരതത്തിൽ ഹിന്ദിക്ക് മുഴുവൻ രീതിയിലും അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒരു വസ്തുവാക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. ഹിന്ദി കി സേവ കാ അർത്ഥ ഹെ മാനവ സമാജ് കി സേവ. ഹിന്ദി സേവനത്തിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മനുഷ്യ സമൂഹത്തിൻ്റെ സേവനമാണ്. സാഹിത്യ സൃഷ്ടി കബി യഹി അർത്ഥ ഹെ. സാഹിത്യ സൃഷ്ടിയുടെയും അർത്ഥം ഇതാണ്. മനുഷ്യ അപ്നി ഭാഷ और സാഹിത്യ के द्वारा വിഷം പരിസ്ഥിതിയും കോ ബദൽ സക്താ ഹെ. മനുഷ്യൻ തൻ്റെ ഭാഷയുടെയും സാഹിത്യത്യം വഴി വിഷമമായ പരിസ്ഥിതികളെ മാറ്റുന്നു. हमारी भाषा, हमारा साहित्य और हमारी राजनीति का उद्देश्य मनुष्य को दुर्गति से बचाकर मनुष्य का आसन पर बिठाना है. നമ്മളുടെ ഭാഷ, നമ്മളുടെ സാഹിത്യം, നമ്മളുടെ ഭരണപരമായ ഉദ്ദേശം എല്ലാം തന്നെ മനുഷ്യൻ്റെ ആ ദുർഗതിയിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് മനുഷ്യത്വം എന്നുള്ള ഒരു നമ്മളുടെ സീറ്റിൽ ഇരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഹമാരെ സാഹിത്യക്ക് വിശേഷത ഹിന്ദിക്ക് മഹത്വക്കോ നിസന്ദേഹ ബഡാ രഹാ ഹെ. നമ്മളുടെ സാഹിത്യത്തിൻ്റെ വിശേഷത എന്ന് വെച്ചാൽ ഹിന്ദിയുടെ മഹത്വത്തെ സംശയമില്ലാതെ തന്നെ നമ്മൾക്ക് വളർത്തുവാനായി, അതല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവരുവാനായി കഴിയുന്നു. ജാതിവാദ്.
ഹമാര യഹ ദേശ് ആജ് ബി ജാതിവാദ് കാ ദേശ് ഹെ. നമ്മളുടെ ഈ ദേശം ഇന്നും ജാതിവാദത്തിൻ്റെ ഒരു ദേശം തന്നെയാണ്. ഇസി കാരൺ ആജ് ബി കരോടോ മനുഷ്യ കാരൺ അപമാൻ കാ ശിക്കാർ ഹെ. ഈ കാരണം കൊണ്ട് തന്നെ ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾ അകാരണമായി ഈ അപമാനം കൊണ്ട് വേട്ടയാടപ്പെടുന്നു. ഉൻകെ മൻമേ ഹീനത ബരി ബടി ഹെ. അവരുടെ മനസ്സിൽ നിന്നും ചീത്ത ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭാരത് വർഷയ്ക്ക് ആത്മാക്കോ സുഖി രഖേ ബിന ഉനേ മിസ്സേ ചുടാ നഹി സക്തെ. ഭാരതവർഷത്തിൽ ആ ആത്മാക്കളെ സുഖമാക്കി വയ്ക്കാതെ കൂടാതെ അതിൽ നിന്നും ഒരിക്കലും മോചനം ലഭിക്കില്ല. ജിൻ ലോഗോം കോ അകാരൺ അപമാൻ കെ ബന്ധൻ മേ ഡാൽക്കർ അപ്നെ അപമാനിത് കിയ വേ ലോഗ് സാരേ സംസാർ മേ ഹമാരെ അപമാൻ കെ കാരൺ ബനെ ഹെ. ഏതൊരു ജനങ്ങളാണോ അകാരണമായി അപമാനത്തിൻ്റെ ഒരു ബന്ധനത്തിൽ പെട്ടുകിടക്കുന്നത്, നമ്മൾ അപമാനിക്കുന്നത് മാത്രമല്ല അവർ മുഴുവൻ ലോകത്തെയും നമ്മളെ അപമാനിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇസ്കാ കാരൺ കോജുകർ ഹമേ ഇസേ ദൂർ കർണ ചാഹി. ഇതിനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ദൂരെ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. സാഹിത്യ ഇസ് വിഷയ പർ കാം ആസക്ത ഹെ. സാഹിത്യം ആ വിഷയത്തിലാണ് പ്രവർത്തിക്കുന്നത്. भारत के पड़ोसी देशों में आजकल हिंदी साहित्य पढ़ने और समझने तीव्र लालसा जागृत हुई है. ആ ഭാരതത്തിലെ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി തീവ്രമായ ഒരു ആഗ്രഹമാണ് എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകുന്നത്. സാഹിത്യത്തിൻ്റെ ആ മനസ്സിലാക്കലിനെ കുറിച്ച് ചീൻസെ മലയാസെ സുമാത്രസെ ജാവ സമസ്ത ഏഷ്യാസെ ആജ് മാങ് ആ രഹി ഹെ. അന്യ ദേശങ്ങളായ ചൈന, മലയ, സുമാത്ര, ജാവ മുഴുവൻ ഏഷ്യ ഭൂഖണ്ഡങ്ങളും സാഹിത്യത്തിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. അച്ചി ബാത്തും കോ കനേവാലും കി കമി കബി ഹമാരെ ദേശമേ നഹി രഹി. നല്ല കാര്യങ്ങൾ പറയുന്നതിനുള്ള കുറവ് നമ്മളുടെ ദേശത്തിൽ ഒരിക്കലുമില്ല. ജോ സാഹിത്യ കേവൽ കൽപ്പന വിലാസ് ഹെ ജോ സമയ കാട്ടനെ കെ ലിയെ ലിഖാ ജാതാ ഹെ വേ ബഡി ചീസ് നഹി. ഏതൊരു സാഹിത്യമാണോ കൽപ്പനയിൽ മുഴുകിയിരിക്കുന്നത്, ഏതൊരു സാഹിത്യമാണോ സമയം കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി എഴുതുന്നത്, അത് വളരെ വലിയ വസ്തുവല്ല. ഉസ്കാ കോയി മൂല്യ നഹി ഹെ. അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ബഡി ഔർ സഹി ചീസ് വഹി ഹെ ജോ മനുഷ്യക്കോ പശുസെ ഉരബ് ഉഡാത്താ ഹെ. ഇതിൽ ശരിയായ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്: മനുഷ്യൻ മൃഗത്തേക്കാൾ മുകളിലാണ് എന്നുള്ളതാണ്. സംയം ഔർ നിഷ്ഠ ലാനെ വാലെ സാഹിത്യക്കോ പൂരി ദുനിയ സരാതി ഹെ. വളരെയധികം സംയമനത്തോടുകൂടും നിഷ്ഠയോടും കൂടി ചെയ്യുന്ന സാഹിത്യം ഈ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്നു. ഭാരത് കാ സാഹിത്യ और ഭാരതീയ ബഹുജൻ കി ഭാഷ ദോനോ മഹത്വപൂർണ്ണ ബാത്തേം ഹെ. ഭാരതത്തിൻ്റെ സാഹിത്യവും ഭാരതീയ ബഹുജനത്തിൻ്റെ ഭാഷയും രണ്ടും മഹത്വപൂർണ്ണമായ കാര്യങ്ങളാണ്. ആജ് കി ദുനിയ ഇൻ ദോനോ കാ ആദർ ജരൂർ കർത്താ ഹെ. ഇന്നത്തെ ലോകം ഈ രണ്ടിനെയും വളരെയധികം ആദരിക്കുക തന്നെ ചെയ്യുന്നു. ചരം സത്യ കഠോർ സംയം ഔർ ത്യാഗ് ദ്വാരാ ഹി മനുഷ്യ അപ്നെ ഉച്ചതർ ലക്ഷ്യ തക് പഹുഞ്ച് സക്ത. വളരെ വലിയ കഠോരമായ ആ സംനയനവും ത്യാഗവും വഴിയാണ് മനുഷ്യൻ തൻ്റെ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. സഹജ് ഭാഷയ്ക്ക് ആവശ്യകത ജരൂർ ഹെ. സഹജമായ ഭാഷയുടെ ആവശ്യമുണ്ട്. ലേക്കിൻ വഹി മഹാൻ ഹോന ബി ചാഹിയെ. അത് തികച്ചും മഹത്തായിരിക്കണം. ജബ് തക് ആദ്മി സഹജ് നഹി ഹോത്ത തബ് തക് ഭാഷ കാ സഹജ് ഹോന അസംഭവം. ഏതുവരേക്കുമാണോ മനുഷ്യൻ സഹജമല്ലാത്തത് അതുവരേക്കും ഭാഷയും സഹജമായിരിക്കില്ല. ഹിന്ദി സാധാരണ ജനഭാഷ ഹെ. ഹിന്ദി സാധാരണ ജനഭാഷയാണ്. ജനതാ കെ ലിയേ ഹി ഉസ്കാ ജന്മ ഹുവ. ജനങ്ങൾക്ക് വേണ്ടിയാണത് ജന്മമെടുത്തത്. ഭാഷ കി ജഡ് ജനതാ കെ ഹൃദയവും ഹെ. ഭാഷയുടെ ആ വേര് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. വ കരോടോം ലോകോം കി ആശ ഔർ ആകാംക്ഷ ശുദ്ധ ഔർ പിപാസ ധർമ്മ ഔർ വിജ്ഞാൻ കി ഭാഷ ഹെ. കോടിക്കണക്കിന് ജനങ്ങളുടെ ആഗ്രഹമാണ്, ആകാംക്ഷയാണ്, അതിനുവേണ്ടി ദാഹിക്കുന്നവരാണ്. ധർമ്മത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഭാഷയാണ്. ഹിന്ദി കി സേവ കരോടോം കി സേവ ഹെ യഹ് സൗഭാഗ്യ കി ബാത് ഹെ. ഹിന്ദിയുടെ സേവനം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആൾക്കാരുടെ സേവനമാണ്. അത് സൗഭാഗ്യത്തിൻ്റെ കാര്യം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.